ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നടക്കുന്ന സിവിൽ പോലീസ് ഓഫീസർ എക്സാമിന് വേണ്ടിയുള്ള കുറച്ച് ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എഴുതുന്ന കൂട്ടുകാർക്കും ഇത് പ്രയോജനപ്രദമാകുന്ന കുറച്ച് ഷുവർ ഷോട്ട് കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഭൂമി പുനഃസ്ഥാപനം, മരുഭൂമീകരണം, അതുപോലെ തന്നെ വരൾച്ച പ്രതിരോധം. അപ്പോൾ എന്താണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം 2024 പ്രമേയം എന്താണ്? ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോവുക. നിങ്ങളൊരു റിവിഷൻ എന്ന രീതിയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുക. കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും, ഓർമ്മയിലോട്ട് വരും. എന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്നാണ് വെച്ചാൽ ഭൂമി പുനഃസ്ഥാപനം, അതുപോലെ തന്നെ മരുഭൂമീകരണം, അതുപോലെ തന്നെ വരൾച്ച പ്രതിരോധം. അതുപോലെ തന്നെ 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണെന്നാണ് ചോദിച്ചത്. ഏത് രാജ്യമാണ്? സൗദി അറേബ്യ. 2024 മറക്കരുത്, തെറ്റിപ്പോലെ. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ഭൂമിയുടെ പുനഃസ്ഥാപനം, മരുഭൂമീകരണം, അതുപോലെ തന്നെ വരൾച്ച പ്രതിരോധം. ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2024 സൗദി അറേബ്യ. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് തന്നെ 2025 പഠിക്കാൻ ചിലപ്പോൾ PSC ചോദിച്ചാലോ 2025 പ്രമേയം എന്താണ്? 2025 പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണത്തെ പരാജയപ്പെടുത്തുക എന്നാണ് കേട്ടോ. അപ്പോൾ 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെ പരാജയപ്പെടുത്തുക. അതുപോലെ തന്നെ 2025 വേദി, ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ വേദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം. വേദി ഏതാണ്? ജെജു, റിപ്പബ്ലിക് ഓഫ് കൊറിയ. റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ജെജു എന്ന് പറഞ്ഞ നഗരത്തിൽ വെച്ചാണ് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ 2025 ജൂൺ 5 നടന്നത്. അതുപോലെ തന്നെ 2025 ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ പറയണം പ്ലാസ്റ്റിക് മലിനീകരണത്തെ പരാജയപ്പെടുത്തുക എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഈ ലോക പരിസ്ഥിതി ദിനമൊക്കെ ആ സംഘടനയാണ് UNEP. അതൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചോണേ. UNEP അതുകൊണ്ട് ഇതിനോട് കണക്ട് ചെയ്ത് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റായിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കണക്ട് ചെയ്ത് പറയുന്നത് UNEP. അപ്പോൾ UNEP എന്ന് പറഞ്ഞാൽ എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാമാണ്. UNEP എന്ന് പറഞ്ഞാൽ എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാമാണ്. ഈ UNEP ആണ് ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ സമ്മേളനങ്ങളെല്ലാം സമ്മിറ്റുകളെല്ലാം നടത്തുന്നത് കേട്ടോ. അതോടെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോണേ. UNEP നിലവിൽ വന്നത് 1972 ജൂൺ 5 കണക്ട് ചെയ്തോണേ. ഇപ്പോഴേ കണക്ട് ചെയ്ത് പോകണേ. UNEP നിലവിൽ വന്നത് എന്നാണ്? 1972 ജൂൺ 5 അതുപോലെ തന്നെ 1973 ജൂൺ 5 മുതലാണ് പരിസ്ഥിതി ദിനം ആചരിക്കാൻ തുടങ്ങുന്നത്. കണക്ട് ചെയ്തോണേ. ഒന്നുകൂടെ പറഞ്ഞുതരാം. UNEP നിലവിൽ വന്നത് 1972 ജൂൺ 5 UNEP ലോക പരിസ്ഥിതി ദിനം ആചരിക്കാൻ തുടങ്ങിയത് 1973 ജൂൺ 5 മുതലാണ് പരിസ്ഥിതി ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ക്ലിയർ ആണ്. അതുപോലെ തന്നെ UNEPയുടെ ആസ്ഥാനം വരുന്നത് നെയ്റൂബി, കെനിയയിലെ നെയ്റൂബിയിലാണ് UNEPയുടെ ആസ്ഥാനം വരുന്നത്. ക്ലിയർ ആണ്. ഞാൻ പറഞ്ഞത് ഇത്രയും ക്ലിയർ ആണ്. അപ്പോൾ UNEP എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം. മറക്കരുതേ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് കണക്ട് ചെയ്ത് പറഞ്ഞു പോകാം. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഭൂമി പുനഃസ്ഥാപനം, മരുഭൂമീകരണം, വരൾച്ച പ്രതിരോധം. ആതിഥേയത്വ രാജ്യം ഏതാണ്? 2024 സൗദി അറേബ്യ. അതുപോലെ തന്നെ 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെ പരാജയപ്പെടുത്തുക എന്നാണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ വേദി എവിടെയാണ്? ജെജു, റിപ്പബ്ലിക് ഓഫ് കൊറിയ. ക്ലിയർ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലോക സമാധാന സൂചിക 2025 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 115ാം സ്ഥാനമാണ് കേട്ടോ. അപ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചോണേ. ലോക സമാധാന സൂചികയിൽ ഇന്ത്യയുടെ ലോക സമാധാന സൂചിക 2025 നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 115ാമാണ്. അതുപോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ഐസ്ലാൻഡാണ് കേട്ടോ. ഐസ്ലാൻഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നാം സ്ഥാനത്ത് ലോക സമാധാന സൂചിക 2025 ഒന്നാം സ്ഥാനത്ത് വന്ന രാജ്യം ഏതാണ്? ഐസ്ലാൻഡ്. അതുപോലെ തന്നെ ആദ്യ 10 ഏക ഏഷ്യൻ രാജ്യം സിംഗപ്പൂരാണ് കേട്ടോ. ആദ്യ 10 ഏക ഏഷ്യൻ രാജ്യം ഏതാണ്? സിംഗപ്പൂരാണ്. അത് 6ാം സ്ഥാനത്താണ് കേട്ടോ. അപ്പോൾ ഇത്ര ഞാൻ ഒന്നുകൂടെ കണക്ട് ചെയ്ത് ഇപ്പോഴേയും കേട്ട് പഠിച്ചോണേ. ലോക സമാധാന സൂചിക 2025 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 115ാം സ്ഥാനം. അതുപോലെ തന്നെ ലോക സമാധാന സൂചിക 2025 ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ഐസ്ലാൻഡ്. അതുപോലെ തന്നെ ആദ്യ 10 ഏക ഏഷ്യൻ രാജ്യം ഏതാണ്? സിംഗപ്പൂർ. 6ാം സ്ഥാനമാണ് സിംഗപ്പൂർ വരുന്നത്. ക്ലിയർ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 2025 നാറ്റോ ഉച്ചകോടി വേദി എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. 2025 നാറ്റോ ഉച്ചകോടി വേദി എവിടെയാണ്? നെതർലൻഡ്, ഹേഗ് കേട്ടോ. നെതർലൻഡിലെ ഹേഗിലാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം. 2025 നാറ്റോ ഉച്ചകോടി വേദി എവിടെയാണ്?
നെതർലൻഡിലെ ഹേഗിൽ വെച്ചാണ് കേട്ടോ, നെതർലൻഡ് ഹേഗ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കണക്ട് ചെയ്ത് പഠിച്ചോ. നാറ്റോ സെക്രട്ടറി ജനറൽ ആരാണ്? മാർക്ക് റൂട്ടെ. നാറ്റോ സെക്രട്ടറി ജനറൽ ആരാണ്? മാർക്ക് റൂട്ടെ. ഈ നാറ്റോ എന്ന് പറഞ്ഞ ഒരു സംഘടന പി എസ് സിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഘടനയാണ്. സ്ഥിരമായിട്ട് കഴിഞ്ഞ വർഷമൊക്കെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളൊരു നാറ്റോയുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തിട്ട് നമുക്കങ്ങ് പഠിച്ചു പോകും. ഇപ്പോൾ തന്നെ ഒന്ന് നിങ്ങൾ ഓർമ്മയിലോട്ട് പുതുക്കുക. നാറ്റോ എന്ന് പറഞ്ഞ സംഘടനയുടെ ആസ്ഥാനം എന്ന് പറഞ്ഞത് ബ്രേസൽസ് ആണ്. ബെൽജിയത്തിലെ ബ്രേസൽസിലാണ് നമ്മുടെ നാറ്റോ സംഘടനയുടെ ആസ്ഥാനമായിട്ട് വരുന്നത്. 1949 ഏപ്രിൽ 4 നാറ്റോ സംഘടന രൂപീകരിച്ചത്. നാറ്റോ സംഘടനയിലെ ഇപ്പം നിലവിലെ അംഗരാജ്യങ്ങൾ 32 അംഗരാജ്യങ്ങളാണ് നിലവിൽ നാറ്റോയിലുള്ളത്. അതുപോലെ തന്നെ അവസാനമായി അംഗമായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം, സ്വീഡനാണ് കേട്ടോ. അവസാനമായി നാറ്റോയിൽ അംഗമായ രാജ്യം സ്വീഡനാണ്. നാറ്റോയിലെ അംഗസംഖ്യ എത്രയാണ്? 32 രാജ്യങ്ങളാണ് വരുന്നത്. ആസ്ഥാനം ബ്രേസൽസ്, ബെൽജിയം കേട്ടോ. ക്ലിയർ ആണ്. പിന്നെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ. അതുപോലെ തന്നെ 2025 നാറ്റോ ഉച്ചകോടി വേദി എവിടെയാണ്? നെതർലൻഡിൽ ഹേഗ് കേട്ടോ. നെതർലൻഡിലെ ഹേഗിലാണ്. ക്ലിയർ ആണ്. അടുത്തത് നിലവിലെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? BR ഗവായി കേട്ടോ. കണക്ട് ചെയ്ത് പഠിച്ചോണേ. നിലവിലെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? BR ഗവായി. അതുപോലെ തന്നെ 39ാമത് നിലവിലെ 39ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുക്കർ ജാംദാർ ആണ് കേട്ടോ. നിതിൻ ജാംദാർ, അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിമാണ് നിതിൻ മധുക്കർ ജാംദാർ കേട്ടോ. ജംദാർ. അപ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചോണം. ഒന്നുകൂടെ പറയാം. നിലവിലെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? BR ഗവായി. നിലവിലെ 52ാമത്, ഇതൊക്കെ ഓർത്ത് വെച്ചോണം, 52ാമതാണ്. നിലവിലെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? BR ഗവായി. അതുപോലെ തന്നെ 39ാമത്, നോട്ട് ചെയ്തോണേ, 39ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുക്കർ ജംദാർ ആണ് കേട്ടോ. നിതിൻ മധുക്കർ ജംദാർ ആണ്. ക്ലിയർ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നിലവിലെ കരസേനാ മേധാവി ആരാണ്? നിലവിലെ കരസേനാ മേധാവി ആരാണ്? ഉപേന്ദ്ര ദ്വിവേദിയാണ് കേട്ടോ. നിലവിലെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയും അതുപോലെ തന്നെ നിലവിലെ നാവികസേനാ മേധാവി ദിനേശ് കെ ത്രിപാഠിയും അതുപോലെ തന്നെ വ്യോമസേനാ മേധാവി ആരാണ്? അമർപ്രീത് സിംഗുമാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ കണക്ട് ചെയ്ത് പറയാം. നിലവിലെ കരസേനാ മേധാവി ആരാണ്? ഉപേന്ദ്ര ദ്വിവേദി. നിലവിലെ നാവികസേനാ മേധാവി ആരാണ്? ദിനേശ് കെ ത്രിപാഠി. നിലവിലെ വ്യോമസേന മേധാവി ആരാണ്? അമർപ്രീത് സിംഗ് കേട്ടോ. അമർപ്രീത് സിംഗ്. ക്ലിയർ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നിലവിലെ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ്? മുരളി ചിരോത്ത്. അദ്ദേഹം ചിത്രകല ആർട്ടിസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്താണ്? നിലവിലെ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചിരോത്താണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള സാഹിത്യ അക്കാദമിയുടെയൊക്കെ പ്രസിഡന്റ് കാര്യമൊക്കെ ചെയർമാൻ്റെ പേരൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ഞാൻ ഒന്നുകൂടെ കണക്ട് ചെയ്യാൻ പറഞ്ഞുതരാം. നിലവിലെ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ്? മുരളി ചിരോത്താണ്. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാണ്? കെ സച്ചിദാനന്ദനാണ് കേട്ടോ. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ. അതുപോലെ തന്നെ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. അതുപോലെ തന്നെ കേരള ഫോക്ലർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണനാണ്. ഈ OS ഉണ്ണികൃഷ്ണൻ ഒരു പടയണി കലാകാരനാണ്. ക്ലിയർ ആണ്. അത്രയൊന്ന് ഓർത്തിരിക്കാനാണ് നമ്മൾ പറയുന്നത്, ഓർമ്മയിൽ പുതുക്കാനാണ് കണക്ട് ചെയ്തുള്ള പോയിന്റ്സിലൂടെ പറഞ്ഞിരുന്നത് കേട്ടോ, ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇസ്രായേൽ ഇറാൻ സംഘർഷം നടന്നപ്പോൾ ഇറാനിലെ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ഏതാണെന്നാണ്? ഓപ്പറേഷൻ സിന്ധു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് 1 മാർക്ക് പ്രതീക്ഷിച്ചോ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. എന്താണ്? ഇസ്രായേൽ ഇറാൻ സംഘർഷം നടന്നപ്പോൾ ഇറാനിലെ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു. അപ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചോണം. ഇപ്പോൾ തന്നെ പഠിച്ചോണം. ഓപ്പറേഷൻ സിന്ധു എന്താണ്? ഇസ്രായേൽ ഇറാൻ ഈ അടുത്തിടയ്ക്ക് സംഘർഷം നടന്നല്ലോ. അപ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷം നടന്നപ്പോൾ ഇറാനിൽ കുടുങ്ങിയ, നോട്ട് ചെയ്തോണേ, ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ സിന്ധു. മറക്കരുതേ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 2025 മെയ്യിൽ നടന്ന പാകിസ്ഥാൻ ആക്രമണത്തിൽ പാക് മിസൈലുകളെ തകർത്ത ഇന്ത്യൻ പ്രതിരോധ സംവിധാനമായ S-400 അഥവാ സുദർശന ചക്ര വാങ്ങിയത് ഏത് രാജ്യത്തിൽ നിന്നാണ് കേട്ടോ? ഏത് രാജ്യത്തിൽ നിന്നാണ് സുദർശന ചക്ര അഥവാ S-400 വാങ്ങിയത്? ഏത് രാജ്യത്തിൽ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. നോട്ട് ചെയ്തോണേ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. 2025 മെയ്യിൽ നടന്ന പാകിസ്ഥാൻ ആക്രമണത്തിൽ പാക് മിസൈലുകളെ തകർത്ത ഇന്ത്യൻ പ്രതിരോധ സംവിധാനമായ S-400, അതിൻ്റെ മറ്റൊരു പേരാണ് സുദർശന ചക്ര. S-400ൻ്റെ മറ്റൊരു പേരാണ് സുദർശന ചക്ര. വാങ്ങിയത് ഏത് രാജ്യത്ത് നിന്നാണെന്നാണ് ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്ത് നിന്നാണ് വാങ്ങിയത്? റഷ്യയിൽ നിന്നാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചാണ് റഷ്യയിൽ നിന്നാണ്. ക്ലിയർ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 54ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? K. അരവിന്ദാക്ഷൻ. ഏതാണ് കൃതി? ഏതാണ്? ഗോപ കേട്ടോ.
നോട്ട് ചെയ്തോണേ, ചോദിക്കും. 54ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് 2024 ആരാണ്? കെ അരവിന്ദാക്ഷൻ. കൃതി ഏതാണ്? ഗോപ. അതുപോലെ തന്നെ 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവാണ് PN ഗോപികൃഷ്ണൻ. ഏതാണ് കൃതി? ഏതാണ്? കവിത മാംസഭോജിയാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോണേ, ചോദിക്കുവേ. ഇപ്പോൾ ഇതാണ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. 54ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് 2024 ആരാണ്? കെ അരവിന്ദാക്ഷൻ. കൃതി ഏതാണ്? ഗോപ. മറക്കരുത്. അടുത്തത് 97ാമത് ഓസ്കാർ അവാർഡിൽ ആദ്യമായ ഒരു ഇന്ത്യൻ ഭാഷ അഥവാ ഇന്ത്യൻ ഭാഷ ഹിന്ദിയിൽ അഭിവാദ്യം ചെയ്ത മുഖ്യ അവതാരകൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോനൻ ഒബ്രയനാണ്. അമേരിക്കൻ അവതാരകനായ കോനൻ ഒബ്രയനാണ് 97ാമത് ഓസ്കാർ ചടങ്ങ് അവാർഡിൽ ആദ്യമായ ഒരു ഇന്ത്യൻ ഭാഷ ഹിന്ദിയിൽ അഭിവാദ്യം ചെയ്ത മുഖ്യ അവതാരകൻ ആരാന്ന് ചോദിച്ചാൽ പറയണം കോനൻ ഒബ്രയാണ്. അപ്പോൾ ഈ വർഷത്തെ ഓസ്കാർ അവാർഡിൽ നമ്മുടെ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞാണോ 97ാമത് ഓസ്കാർ അവാർഡിൽ മുഖ്യ അവതാരകനായ കോനൻ ഒബ്രയൻ നമ്മുടെ ഇന്ത്യൻ ഭാഷയായ ഹിന്ദിയിൽ അഭിവാദ്യം ചെയ്തിരുന്നു. അപ്പോൾ അത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്, അതാണ് നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഓസ്കാറുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് നമ്മുടെ ചാനലിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 97ാമത് ഓസ്കാറിലെ മികച്ച സിനിമ ഏതാണ്? 97ാമത് ഓസ്കാറിലെ മികച്ച സിനിമ ഏതാണ്? അനോറ എന്ന ചിത്രമാണ്. സംവിധാനം സീൻ ബേക്കറാണ്. അനോറ സംവിധാനം സീൻ ബേക്കറാണ്. നമ്മൾ ഓസ്കാർ അവാർഡിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകം എടുത്ത് പഠിക്കുകയാണ്. അതായത് അനോറ എന്ന ചിത്രത്തിന് 5 അവാർഡുകൾ കിട്ടി. ഈ വർഷം ഏറ്റവും കൂടുതൽ തിളങ്ങിയൊരു ചിത്രമാണ് അനോറ. ഓസ്കാർ അവാർഡിൽ 5 അവാർഡുകൾ കിട്ടി. ഏതിനൊക്കെയാണ്? മികച്ച ചിത്രം, മികച്ച സംവിധാനം, മികച്ച നടി, മികച്ച തിരക്കഥ ഒറിജിനൽ, മികച്ച ഫിലിം എഡിറ്റിംഗ് എന്നീ 5 അവാർഡുകളാണ് അനോറ എന്ന ചിത്രത്തിന് ലഭിച്ചത് കേട്ടോ. അതുപോലെ തന്നെ മികച്ച സംവിധാനം ആരായിരുന്നു? സീൻ ബേക്കർ ആയിരുന്നു. അനോറ എന്ന ചിത്രത്തിന് സംവിധാനം ചെയ്ത സീൻ ബേക്കറാണ് മികച്ച സംവിധായകനായത് 97ാമത് ഓസ്കാറിൽ. അതുപോലെ തന്നെ മികച്ച നടനായത് അഡ്രിയാൻ ബ്രോഡിയാണ്. മികച്ച നടൻ അഡ്രിയാൻ ബ്രോഡിയാണ്. അദ്ദേഹം ഏതാണ്? ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറഞ്ഞ ചിത്രത്തിനാണ് കേട്ടോ. അഡ്രിയാൻ ബ്രോഡി ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറഞ്ഞ ചിത്രത്തിനാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയത്. ബാക്കി മികച്ച നടി ഏതാണ്? മൈക്കി മാഡിസൺ ആണ്. അത് അനോറ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് മൈക്കി മാഡിസൺ കേട്ടോ. നമ്മുടെ ഓസ്കാറിൻ്റെ ക്ലാസ് ഏതെങ്കിലും കൂട്ടുകാർ പഠിക്കാത്തുണ്ടെങ്കിൽ ഓസ്കാറുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ പാടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓസ്കാറിൻ്റെ ക്ലാസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, മാക്സിമം ചാനലിൽ കയറിയാൽ കാണാൻ സാധിക്കുന്നതാണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടയാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 2024 നോബൽ പുരസ്കാരം വൈദ്യശാസ്ത്രത്തിന് ലഭിച്ചത് ആർക്കൊക്കെ എന്നാണ്? വിക്ടർ അബ്രോസും ഗാരി റോക്കിനും കേട്ടോ. അപ്പോൾ 2024 നോബൽ പ്രൈസ് കേട്ടോ. 2024 നോബൽ പുരസ്കാരം വൈദ്യശാസ്ത്രത്തിന് ലഭിച്ചത് ആർക്കൊക്കെയാണ്? വിക്ടർ അബ്രോസും ഗാരി റോക്കിനും. നമ്മളിത് കണക്ട് ചെയ്യാനൊക്കെ നമ്മൾ കോഡൊക്കെ വെച്ച് നമ്മുടെ നോബൽ പ്രൈസിൻ്റെ ക്ലാസ്സിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുള്ള നോബൽ പ്രൈസിൻ്റെ ക്ലാസ് നമ്മൾ പഠിച്ചാണ്. എന്താണ് നമ്മുടെ കോഡ്? എന്താണ്? വികാരി വൈദ്യൻ. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ് വിക്ടർ അബ്രോസ് ഗാരി കേട്ടോ. ഇത് നമ്മൾ കണക്ട് ചെയ്ത് വികാരി വൈദ്യൻ എന്നാക്കും. വൈദ്യൻ എന്നാണ് വൈദ്യശാസ്ത്രം. അപ്പം 2024 നോബൽ പുരസ്കാരം വൈദ്യശാസ്ത്രത്തിന് ലഭിച്ചത് ആർക്കൊക്കെയാണ്? വിക്ടർ അബ്രോസും ഗാരി റോക്കിനും. വികാരി വൈദ്യൻ എന്തിനായിരുന്നു അവർക്ക് ലഭിച്ചത്? മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തത്തിനും ജീൻ പ്രവർത്തനത്തിന് ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിനുള്ള അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കിയതിനുമാണ് ഇവർക്ക് വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ് ഏത് രാജ്യക്കാരിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് കേട്ടോ. അപ്പോൾ എന്താണ് 2024 സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ് ഏത് രാജ്യക്കാരിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഏത് രാജ്യക്കാരിയാണ്? ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ്. അപ്പോൾ ഹാൻ കാങ്ങിനാണ് നോബൽ പ്രൈസ് സാഹിത്യത്തിന് ലിറ്ററേച്ചറിന് ലഭിച്ചത്. അപ്പോൾ ഹാൻ കാങ് ലിറ്ററേച്ചറിന് ലഭിച്ച ഹാൻ കാങ്ങിനാണ്. അവരുടെ പ്രധാനപ്പെട്ട കൃതിയാണ് ദ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്. അതെന്താണ്? മാൻ ബുക്കർ പ്രൈസ് 2016 ലഭിച്ച ദ വെജിറ്റേറിയൻ എന്നൊരു കൃതി എഴുതിയത് ഹാൻ കാങ് ആണ്. അതുപോലെ തന്നെ വൈറ്റ് ബുക്ക്, ബേബി ബുദ്ധ, മംഗോളിയൻ മാസ്ക് എന്ന് പറഞ്ഞ എന്നീ കൃതികൾ ഇവർ രചിച്ചിട്ടുണ്ട്. അത് പ്രധാന കൃതികളാണ്. ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതാണ് നമ്മൾ എടുത്തു പറഞ്ഞത്. അതുപോലെ തന്നെ നോബൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയ ഒരു സംഘടനയ്ക്കാണ്, ജാപ്പനീസ് സംഘടനയ്ക്കാണ്, നിഹാൻ ഹിഡാൻഷിയോ എന്ന് പറഞ്ഞ സംഘടനയ്ക്കാണ് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മുടെ നോബൽ പ്രൈസ് ആരും പഠിക്കാതെ നാളത്തെ പരീക്ഷയ്ക്ക് പോകരുത്. മാക്സിമം പഠിക്കാൻ പാടുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോബൽ പ്രൈസിൻ്റെ ക്ലാസ് ഉണ്ട്, അത് മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മൾ വളരെ കോഡ് വെച്ച് വളരെ ലളിതമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ അതൊന്ന് കാണുക. നിങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് നോബൽ പ്രൈസിനുള്ള മാർക്ക് ആ ഒരു ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് വരാം. 2024-25 രഞ്ജി ട്രോഫി കിരീടം നേടിയ ടീം ഏതാണ്? വിദർഭയാണ് കേട്ടോ. നോട്ട് ചെയ്തോണേ, 2024-25 രഞ്ജി ട്രോഫി കിരീടം നേടിയ ടീം ഏതാണ്? വിദർഭ. റണ്ണറപ്പായിട്ട് വന്നത് നമ്മുടെ കേരളമാണ് കേട്ടോ. അടുത്തത് 38ാമത് ദേശീയ ഗെയിംസ് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ ടീം ഏതാണ്? സർവീസസ് ആണ്. 121 മെഡലുകളാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ എന്താണ്? 38ാമത് ദേശീയ ഗെയിംസ്
മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ ടീം ഏതാണെന്നാണ് ചോദിച്ചത്. ടീം ഏതാണ്? സർവീസസ് ആണ്. 121 മെഡലുകളാണ് സർവീസസിന് ലഭിച്ചത്. അതുപോലെ തന്നെ 38ാമത് ദേശീയ ഗെയിംസിലെ ആതിഥേയരായ രാജ്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരാഖണ്ഡാണ് കേട്ടോ. ആതിഥേയരായ രാജ്യം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. അതുപോലെ തന്നെ ഭാഗ്യചിഹ്നം മൗലിയാണ്. മൗലി എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡിൻ്റെ സംസ്ഥാന പക്ഷിയാണ് കേട്ടോ മൗലി. അതൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. 38ാമത് ദേശീയ ഗെയിംസ് മെഡൽ പട്ടികയുടെ ഭാഗ്യചിഹ്നം ഏതാണെന്നൊക്കെ ചോദിക്കാൻ വളരെയധികം ചാൻസുകളുണ്ട്. മുമ്പും ഇതുപോലെ ഭാഗ്യചിഹ്നങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഭാഗ്യചിഹ്നം ഏതാണ്? മൗലി. മൗലി എന്താണ്? ഉത്തരാഖണ്ഡിൻ്റെ സംസ്ഥാന പക്ഷിയാണ്. അപ്പോൾ കണക്ട് ചെയ്യാമല്ലോ. ഉത്തരാഖണ്ഡിലാണ് വെച്ച് നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസ് നടക്കുന്നത്. ഭാഗ്യചിഹ്നം ഏതാണ്? മൗലി. മൗലി എന്താണ്? ഉത്തരാഖണ്ഡിൻ്റെ സംസ്ഥാന പക്ഷിയാണ്. ആപ്തവാക്യം ദൃഢനിശ്ചയത്തിൽ നിന്ന് ഉന്നതിയിലേക്ക്. ആപ്തവാക്യം എന്താണ്? ദൃഢനിശ്ചയത്തിൽ നിന്ന് ഉന്നതിയിലേക്ക്. കണക്ട് ചെയ്ത് പഠിച്ചോണേ ഇപ്പം തന്നെ. അടുത്തിടെ ഇന്ത്യയിൽ നടന്ന 2025 പ്രഥമ ഖോ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്ത്യയെ വെച്ചാണ് 2025 പ്രഥമ ഖോ ലോകകപ്പ് നടന്നത്. അതുപോലെ തന്നെ കിരീടം നേടിയതും നമ്മുടെ ഇന്ത്യ തന്നെയാണ് കേട്ടോ. അപ്പം കണക്ട് ചെയ്യാലോ. നടന്നതും ഇന്ത്യയെ വെച്ചാണ്, കിരീടം നേടിയതും നമ്മുടെ ഇന്ത്യ തന്നെയാണ് കേട്ടോ. അപ്പം അതിൻ്റെ റണ്ണറപ്പായിട്ട് വന്നത് നേപ്പാളാണ് കേട്ടോ. അതോടെ നോട്ട് ചെയ്തോണ്ട്. നേപ്പാളിനെ തോപ്പിച്ചാണ് നമ്മൾ കിരീടം നേടിയത് കേട്ടോ ഖോ ലോകകപ്പിൽ 2025. അതുപോലെ തന്നെ ന്യൂഡൽഹിയിലാണ് നമ്മുടെ ഖോ വേൾഡ് കപ്പ് ഇന്ത്യയിൽ വെച്ച് നടന്നത്. ന്യൂഡൽഹിയിലാണ് നടന്നത് കേട്ടോ. അപ്പോൾ 2025 ആപ്തവാക്യയുടെ ഞാനൊന്ന് പറയാൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ലോകം ഗോയിലേക്ക് പോകുന്നു കേട്ടോ. ലോകം ഗോയിലേക്ക് പോകുന്നു എന്നതാണ് ആപ്തവാക്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 2026-27 ഖോ ലോകകപ്പ് വേദി എവിടെയാണ് ഇനി നടക്കാൻ പോകുന്നത്? ഇംഗ്ലണ്ടിൽ വെച്ചാണ് കേട്ടോ. അതോടൊന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. അടുത്തത് 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിലെ താരം ഏതാണ്? രച്ചിൻ രവീന്ദ്രയാണ് കേട്ടോ. രച്ചിൻ രവീന്ദ്ര, ന്യൂസിലാൻഡ് താരമായ രച്ചിൻ രവീന്ദ്രയാണ് 2025 ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ടൂർണമെൻറ്റിലെ താരം കേട്ടോ. നോട്ട് ചെയ്തോണേ. ടൂർണമെൻറ്റിലെ താരം രച്ചിൻ രവീന്ദ്രയാണ്. അതുപോലെ തന്നെ ICC ചാമ്പ്യൻസ് ട്രോഫി ചാമ്പ്യന്മാരാണ് നമ്മുടെ ഇന്ത്യയാണ് ചാമ്പ്യന്മാരായിട്ട് വന്നത്. റണ്ണറപ്പ് ന്യൂസിലാൻഡാണ് റണ്ണറപ്പ് വന്നത്. പിന്നെ വേദി എവിടെയാണെന്ന് ചോദിക്കാം. വേദി 2 രാജ്യങ്ങളിലാണ് നടന്നത്. ഒന്ന് പാകിസ്ഥാനിലും പിന്നെ UAE-യിലുമാണ് ICC ചാമ്പ്യൻസ് ട്രോഫി 2025 വേദി നടന്നത് കേട്ടോ. അതോടെ ഒന്ന് ഓർത്തിരിക്കണേ. അടുത്തത് ബഹിരാകാശത്ത് സ്വയം ബഹിരാകാശത്ത് സ്വയം നിയന്ത്രിത പേടക ഡോക്കിംഗ് അൺഡോക്കിംഗ് സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത ISROയുടെ ദൗത്യത്തിൻ്റെ പേരെന്താണെന്നാണ് ചോദിക്കുക. സ്പാഡക്സ് ആണ്. ഒന്നുകൂടെ ഞാൻ പറയാം. ബഹിരാകാശത്ത് സ്വയം നിയന്ത്രിത പേടക ഡോക്കിംഗ് അൺഡോക്കിംഗ് സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത ISROയുടെ ദൗത്യത്തിൻ്റെ പേരെന്താണ്? സ്പാഡക്സ് കേട്ടോ. സ്പാഡക്സ്. ഒരു മാർക്ക് ഉറപ്പിച്ചോ. ഇപ്പോൾ സ്പാഡക്സ് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. സ്പാഡക്സ് എന്താണ്? അതിൻ്റെ ഫുൾ ഫോം ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. സ്പാഡക്സ് എന്ന് പറഞ്ഞാൽ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. സ്പാഡക്സ് എന്താണ്? സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ സ്പാഡക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹിരാകാശത്ത് സ്വയം നിയന്ത്രിത പേടക ഡോക്കിംഗ് അൺഡോക്കിംഗ് സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത ISROയുടെ ദൗത്യത്തിൻ്റെ പേരാണ് സ്പാഡക്സ് കേട്ടോ. സ്പാഡക്സിൻ്റെ ഫുൾ ഫോം ഇതാണ്. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് ആണ് സ്പാഡക്സ്. പിന്നെ സ്പാഡക്സിൻ്റെ വിക്ഷേപണ തീയതി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോടെ. 2024 ഡിസംബർ 30 കേട്ടോ. 2024 ഡിസംബർ 30. അപ്പോൾ 2024 ഡിസംബർ 30 വിക്ഷേപണ തീയതി. വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSLV C60 ആണ് കേട്ടോ. PSLV C60 ആണ് വരുന്നത്. അപ്പം നമ്മുടെ സ്പാഡക്സ് ഫുൾ ഫോം എന്താണ്? സ്പാഡക്സ് എന്ന് പറഞ്ഞാൽ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് ആണ് ISROയുടെ. അതിൻ്റെ വിക്ഷേപണ തീയതി എന്നാണ് 2024 ഡിസംബർ 30 വിക്ഷേപണ തീയതിയായിട്ട് വരുന്നത്. വിക്ഷേപണ വാഹനം PSLV C60 ആണ് കേട്ടോ. PSLV C60. അതുപോലെ തന്നെ സ്പാഡക്സ് മനുഷ്യ ഇടപെടലില്ലാതെ 15 മീറ്റർ ദൂരത്തിൽ നിന്ന് ഫുള്ളി ഓട്ടോണോമസ് ആയ ഇൻ്റർ സാറ്റലൈറ്റ് ഡോക്കിംഗ് നടത്തി. അതുപോലെ തന്നെ ഈ സ്പാഡക്സിൻ്റെ പരീക്ഷണം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ജസ്റ്റ് നോർത്തിരുന്ന 4ാമത്തെ രാജ്യമാണ് ഈ ഇന്ത്യ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നിലവിലെ ISRO ചെയർമാൻ ആരാണ്? V നാരായണനാണ്. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? V നാരായണനാണ്. ക്ലിയർ ആണേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 2025 കാലാവസ്ഥാ ഉച്ചകോടി COP30 വേദി ഏതാണ്? ബെലേം ബ്രസീലാണ് കേട്ടോ. 2025 കാലാവസ്ഥാ ഉച്ചകോടി COP30 വേദി ഏതാണ്? ബെലേം ബ്രസീലാണ്. അതുപോലെ തന്നെ COP29 2024 COP29 കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി ബാക്കു അസർബൈജാനാണ് കേട്ടോ. നോട്ട് ചെയ്തോണേ.
അതുപോലെ തന്നെ 2025 G20 ഉച്ചകോടി നടക്കാൻ പോകുന്നത് എവിടെ വെച്ചാണ്? സൗത്ത് ആഫ്രിക്ക വെച്ചാണ്. 2025 G20 ഉച്ചകോടി നടക്കാൻ പോകുന്നത് എവിടെ വെച്ചാണ്? സൗത്ത് ആഫ്രിക്ക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ സംസ്ഥാന PSC മ്യൂസിയം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ സംസ്ഥാന PSC മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേട്ടോ, തിരുവനന്തപുരം. അതുപോലെ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം. നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ വളരെ എഫേർട്ട് എടുത്താണ് ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് വേണം. അടുത്ത ചോദ്യം, കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി ആരാണ്? AS രാജീവ് കേട്ടോ. അടുത്തിടെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി ആരാണ്? AS രാജീവ് കേട്ടോ. അടുത്തത്, കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്ത് ഏതാണ്? തൃപ്പങ്കോട്, മലപ്പുറം കേട്ടോ. അപ്പം കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായി യാത്ര ആരംഭിച്ച പഞ്ചായത്ത് ഏതാണ്? തൃപ്പങ്കോട്, മലപ്പുറം കേട്ടോ. അടുത്തത്, പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ശ്രീകുമാരൻ തമ്പി. എന്താണ്? പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും വികസിപ്പിച്ച ഡ്രോൺ ഏതാണ്? അസ്ത്ര V1 ആണ് കേട്ടോ. അസ്ത്ര V1 കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഈ അടുത്ത കാലത്തെല്ലാം മൃഗങ്ങളെല്ലാം നമ്മുടെ നാട്ടിലോട്ട് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. എന്താണത്? കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും വികസിപ്പിച്ച ഡ്രോൺ ഏതാണ്? അസ്ത്ര V1. അപ്പോൾ അസ്ത്ര V1 വികസിപ്പിച്ച ആരെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കോട്ടയം IIT ആണ് കേട്ടോ. IIT എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും വികസിപ്പിച്ച ഡ്രോൺ ഏതാണ്? അസ്ത്ര V1 കേട്ടോ. അസ്ത്ര V1. അപ്പോൾ അസ്ത്ര V1 വികസിപ്പിച്ച ആരാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, കോട്ടയം അതാണ് വികസിപ്പിച്ചത് കേട്ടോ. അടുത്തത്, കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ A ജയതിലക് IAS ആണ് കേട്ടോ. അപ്പോൾ കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ A ജയതിലകാണ് കേട്ടോ. അടുത്തത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലുള്ളൊരു ചോദ്യമാണ്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് 2025 ലഭിച്ച കേരളത്തിലെ കടൽ തീരം ഏതൊക്കെയാണ്? കാപ്പാട്, നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് തുറമുഖവും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ ചാൽ ബീച്ചുമാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് 2025 ലഭിച്ച കേരളത്തിലെ കടൽ തീരങ്ങൾ ഏതൊക്കെയാണ്? കാപ്പാട്, കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കടൽ തീരവും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ ചാൽ ബീച്ചുമാണ് കേട്ടോ. അടുത്തത്, കേരളത്തിലെ ആദ്യ ഡ്രോൺ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കരയിലാണ്. ഡ്രോൺ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊട്ടാരക്കരയിലാണ്. കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിതമാകുന്നത് കണ്ണപുരത്താണ്. കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിതമാകുന്നത് കണ്ണപുരം. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ നിമാംസിസ് വാൻഗോഗി ഏത് ഇനത്തിൽപ്പെട്ട ജീവിയാണ്? പല്ലിയാണ് കേട്ടോ. പല്ലി ഇനത്തിൽപ്പെട്ട ജീവിയാണ്. നോട്ട് ചെയ്തോണേ, ചോദിക്കും. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ നിമാംസിസ് വാൻഗോഗി ഏത് ഇനത്തിൽപ്പെട്ട ജീവിയാണ്? പല്ലി ഇനത്തിൽപ്പെട്ട ജീവിയാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്തത് നോട്ട് ചെയ്തോ, അടുത്തിടെ ഹാബ്രോ സിസ്റ്റം സഹ്യാദ്രി, ഇരുര ശെന്തുരുണി എന്നീ ചിലന്തികളെ കണ്ടെത്തിയ വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി വന്യജീവി സങ്കേതം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, അടുത്തിടെ ഹാബ്രോ സിസ്റ്റം സഹ്യാദ്രി, ഇരുര ശെന്തുരുണി എന്നീ ചിലന്തികളെ കണ്ടെത്തിയ വന്യജീവി സങ്കേതം ഏതാണ്? ശെന്തുരുണി വന്യജീവി സങ്കേതമാണ് കേട്ടോ. അടുത്തത്, സ്പേസ് X റോക്കറ്റിൽ ബഹിരാകാശത്തെത്തിയ കേരളത്തിലെ നിർമ്മിച്ച ചെറു ഉപഗ്രഹം ഏതാണ്? നിളയാണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ടെക്നോ പാർക്കിലാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, സ്പേസ് X റോക്കറ്റിൽ ബഹിരാകാശത്തെത്തിയ കേരളത്തിൽ നിർമ്മിച്ച ചെറു ഉപഗ്രഹം ഏതാണ്? നിള എന്ന് പറഞ്ഞ ചെറു ഉപഗ്രഹമാണ് കേട്ടോ. നോട്ട് ചെയ്തോണേ. അടുത്തത്, എവറസ്റ്റ് കൊടുമുടിയുടെ ഏറ്റവും ഉയരത്തിലെത്തിയ ആദ്യ മലയാളി ഏതാണ്? സഫ്രീന ലത്തീഫാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലുമാണ്. നോട്ട് ചെയ്തപ്പോഴേ പഠിച്ചോണേ. എവറസ്റ്റ് കൊടുമുടിയുടെ ഏറ്റവും ഉയരത്തിൽ, നോട്ട് ചെയ്തോണേ, എവറസ്റ്റ് കൊടുമുടിയുടെ ഏറ്റവും ഉയരത്തിലെത്തിയ ആദ്യ മലയാളി കേട്ടോ. ആദ്യ മലയാളി വനിത ആരാണ്? സഫ്രീന ലത്തീഫ് കേട്ടോ. അടുത്തിടെ ജമ്മു കാശ്മീരിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ചെനാബ് പാലം ഏത് ജില്ലയിലാണ്? റിയാസി ജില്ലയിലാണ് കേട്ടോ. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ചെനാബ് പാലം വരുന്നത് കേട്ടോ. ചെനാബ് പാലത്തെക്കുറിച്ചൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ അടുത്ത് നടന്ന പരീക്ഷയ്ക്കൊക്കെ. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് പോയിന്റ്സ് കൂടെ നമുക്കങ്ങ് പറഞ്ഞു പോവാം. എന്താണ് ഉദ്ഘാടനം ചെയ്തത്? 2025 ജൂൺ 6-നാണ്. ടൈപ്പ് ചെയ്ത് മിസ്റ്റേക്കാണ്. ഉദ്ഘാടനം ചെയ്തത് 2025 ജൂൺ 6-നാണ്. അതുപോലെ തന്നെ ആകെ നീളം 1315 മീറ്ററാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കമാന റെയിൽപാലമാണ് നമ്മുടെ ഈ ചെനാബ് പാലം. അതുപോലെ തന്നെ കൗരി, ബക്കൽ എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലം കൂടിയാണ് കേട്ടോ ഈ ചെനാബ് പാലം.
അടുത്തത് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? പാരസൈറ്റ് ആണ് കേട്ടോ. കൊറിയൻ ഭാഷയിലെ ചിത്രമാണ് പാരസൈറ്റ്. അതുപോലെ തന്നെ സംവിധാനം ബോങ് ജൂൺ ഹോയാണ് കേട്ടോ. ബോങ് ജൂൺ ഹോയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുവേ. ന്യൂയോർക്ക് ടൈംസിൻ്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സിനിമയാണ്? പാരസൈറ്റ്. കൊറിയൻ ചിത്രമാണ് പാരസൈറ്റ്. അതുപോലെ തന്നെ സംവിധാനം ബോങ് ജൂൺ ഹോയാണ് കേട്ടോ. അടുത്തത് യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് കേട്ടോ. യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ല ഏതാണ്? കോട്ടയം. ചോദിക്കുകയെ ഈ അടുത്ത കാലത്താണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണേ. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ല ഏതാണ്? കോട്ടയം ജില്ല. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ല ഏതാണ്? കോട്ടയം. നമ്മുടെ കോട്ടയം ജില്ലയിലാണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് വരുന്നത് പെഞ്ച് ടൈഗർ റിസർവിലാണ്. മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് വരുന്നത് കേട്ടോ. ജമ്മു കാശ്മീരിൽ നിർമ്മിതമായ ഇന്ത്യയിലെ ആദ്യ കേബിൾ സ്റ്റഡ് റെയിൽ പാലത്തിൻ്റെ പേരാണ് അഞ്ചിഗാദ് പാലം കേട്ടോ. അഞ്ചിഗണ്ട് പാലം എന്നാണ് മലയാളത്തിൽ എഴുതുമ്പോൾ അഞ്ചിഗാദ് പാലം കേട്ടോ. ചിലപ്പോൾ അഞ്ചിഗന്ത് പാലം എന്നും വരും കേട്ടോ. ഞാൻ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. അഞ്ചിഗണ്ട് പാലം എന്നും പറയും, അഞ്ചിഗാദ് പാലം എന്നും പറയും കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്തോണേ. ജമ്മു കാശ്മീരിൽ നിർമ്മിതമായ ഇന്ത്യയിലെ ആദ്യ കേബിൾ സ്റ്റഡ് റെയിൽ പാലത്തിൻ്റെ പേരെന്താണ്? അഞ്ചിഗാദ് പാലം കേട്ടോ. അടുത്തത് 2025 ഏപ്രിലിൽ മാലിന്യമുക്തമായ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. 2025 ഏപ്രിലിൽ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ഏത് ജില്ലയാണ്? തിരുവനന്തപുരം ജില്ലയാണ്. ആമസോണിൻ്റെ ഉപഗ്രഹ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സേവന പദ്ധതിയാണ് പ്രൊജക്റ്റ് കൈപ്പർ കേട്ടോ. ആമസോണിൻ്റെ ഉപഗ്രഹ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സേവന പദ്ധതി ഏതാണ്? പ്രൊജക്റ്റ് കൈപ്പറാണ്. 2026 പുസ്തക തലസ്ഥാനം ഏതാണ്? റബാത്ത്, മൊറോക്കോ. മൊറോക്കോയിലെ റബാത്തിലാണ് 2026 പുസ്തക തലസ്ഥാനം. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് പുസ്തക തലസ്ഥാനങ്ങളുടെ ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ 2026 പുസ്തക തലസ്ഥാനം എവിടെയാണ്? റബാത്ത്, മൊറോക്കോ. മൊറോക്കോയിലെ റബാത്താണ് 2026 പുസ്തക തലസ്ഥാനമായിട്ട് വരുന്നത്. അടുത്തത് ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ നവജാത ശിശുക്കളിൽ പരിശോധന നടത്തി വൈകല്യങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ശലഭം പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിനായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രാജ്യവ്യാപകമായി ആരംഭിച്ച ക്യാമ്പയിനാണ് ഒരു രാഷ്ട്രം ഒരു ദൗത്യം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നത് കേട്ടോ. അടുത്തത് 2025 46ാമത് ആസിയാൻ ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? മലേഷ്യ കേട്ടോ. 2025 46ാമത് ആസിയാൻ ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? മലേഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പദ്ധതിയാണ് ബന്ധു ക്ലിനിക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലും, ഒരു മാർക്ക് പ്രതീക്ഷിച്ചോ ചോദിക്കും, ഉറപ്പാണ്. എന്താണ് പദ്ധതി? എന്നാണ് 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പദ്ധതി ഏതാണ്? ബന്ധു ക്ലിനിക്ക്. അപ്പോൾ ബന്ധു ക്ലിനിക്ക് എന്ന് പറഞ്ഞ പദ്ധതി എന്താണ്? ബന്ധു ക്ലിനിക്ക് എന്നത് അതിഥി തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം അതിഥി തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ബന്ധുക്കളായിട്ടല്ലേ വരിക. അതിഥി എന്ന് പറയുമ്പോൾ ബന്ധു എന്നല്ലേ വരുന്നത്. പിന്നെ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് എവിടെയാണ് പോകുന്നത്? ക്ലിനിക്കിലല്ലേ പോകുന്നത്. അപ്പോൾ കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ എന്താണ് പറഞ്ഞത്? 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പദ്ധതി ഏതാണ്? ബന്ധു ക്ലിനിക്ക്. അപ്പോൾ ബന്ധു ക്ലിനിക്ക് എന്നത് അതിഥി തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കുറച്ച് കറണ്ട് അഫയർ ചോദ്യങ്ങൾ നാളത്തെ എക്സാമിന് വേണ്ടി കുറച്ച് തയ്യാറാക്കി വെച്ചാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചാണ്. ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കുറച്ച് ഉപകാരപ്പെടുന്ന കറണ്ട് അഫയർ ചോദ്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നാളത്തെ എക്സാമിന് വരട്ടെ. അതുപോലെ തന്നെ വളരെ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓസ്കാർ, അതുപോലെ തന്നെ നോബൽ പ്രൈസ് 2024-25 പ്രധാന സാഹിത്യ പുരസ്കാരങ്ങൾ തുടങ്ങിയ ക്ലാസ്സുകളെല്ലാം നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ WCPയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, ഷുവർ ഷോട്ട് കറണ്ട് അഫയർ. ആ ഒരു വീഡിയോ ഇവിടെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ 2025 ചോദിച്ചിട്ടുള്ള മുഴുവൻ പ്രീവിയസ് കറണ്ട് അഫയർ ചോദ്യങ്ങൾ 2025 ഈ വർഷം ചോദിച്ചിട്ടുള്ള മുഴുവൻ കറണ്ട് അഫയർ ചോദ്യങ്ങളുടെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് മാക്സിമം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, ഷെയറോടെ ചെയ്യുക. ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യുക. അപ്പം നാളെ പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇത്രയും നേരം ക്ലാസ് കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ.